എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതീവ സന്തോഷത്തോടു കൂടിയാണ്. കാരണം ഇന്നലെ രാവിലെ ഞാൻ ഉച്ചക്കടയിലുണ്ടായ ഗുണ്ട ആക്രമണത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പോലീസും ഹോം മിനിസ്ട്രിയും ചേർന്ന് അതിന് ഒരു അവസാനം കണ്ടെത്തേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ പത്രവാർത്തയിൽ കൂടി അതിന് ഇമ്മീഡിയറ്റ് ഒരു ആക്ഷൻ ഉണ്ടായിരിക്കുന്നു. അത് എൻ്റെ വീഡിയോയിൽ കൂടി തന്നെയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ആർക്കെങ്കിലും അതൊക്കെ കണ്ടിരിക്കുന്നു. പക്ഷേ വീഡിയോ ചെയ്ത ഞാനായതുകൊണ്ട് എനിക്കതിൽ ഏറെ സന്തോഷവുമുണ്ട്. ഇനി ഗവൺമെൻറ് തലത്തു നിന്നും പോലീസിന് വേണ്ട കുറച്ച് സഹായങ്ങളും അവർക്ക് ആവശ്യത്തിനുള്ള പുതിയ വാഹനങ്ങളും അതിനുള്ള മാൻ പവറും ഗവൺമെൻറ് തലത്തു നിന്നും വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ക്വിക്ക് ആക്ഷന് വേണ്ടി എന്ത് ഓപ്പറേഷനും എവിടേക്കും ഓടിയെത്താൻ പറ്റൂ. ഇനി തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഗുണ്ട ആക്രമണങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അന്യനാട്ട് ക്രിമിനലുകളെ ഉൾപ്പെടുത്തി നടക്കുന്ന ഈ ഗുണ്ട വിളയാട്ടം വളരെയധികം നാം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്കിവിടെ സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല, നമുക്ക് അന്തി ഉറങ്ങാൻ വയ്യാത്തൊരു ലെവലിലോട്ടെത്തും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ടത് ആ അപകടകാരികൾ എന്ന് പറയുന്നത് ഈ കൊട്ടേഷൻ കൊടുക്കുന്നവരാണ്. കൊട്ടേഷൻ സംഘങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നാം ശിക്ഷ കൊടുക്കേണ്ടത് കൊട്ടേഷൻ ആവശ്യപ്പെടുന്നവർക്കാണ്. എന്തായിരുന്നാലും ഉച്ചക്കടയിലെ സംഭവം എല്ലാത്തിനും ഒരു വഴിത്തിരിവാകട്ടെ. നമുക്ക് ആശ്വസിക്കാം. പോലീസിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എല്ലാവർക്കും സന്തോഷം പകരുന്നതാണ്. ഒപ്പം പൊതുജനങ്ങളും പോലീസിനെ നാം സഹായിക്കാൻ മുന്നോട്ടിറങ്ങണം. ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അതീവ രഹസ്യമായി പോലീസിനെ ഏൽപ്പിക്കണം. അതിൽ അവർക്ക് അവരുടെ ജോലികളിലും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതിൽ പാർട്ടി ഭേദമെന്ന് മറ്റു ഗ്രൂപ്പ് ഭേദമെന്ന് ഇല്ലാതെ തന്നെ ഇതിനെല്ലാവരും ഒന്നായിട്ട് കാണേണ്ടതാണ്. ഏത് പാർട്ടി ഭരണത്തിന് വന്നാലും ഇത് നമ്മുടെ സുരക്ഷിതയുടെ ഒരു ഭാഗമായി മാത്രമേ നമ്മൾ കാണേണ്ടത്. ഇവിടെ രാഷ്ട്രീയം നമുക്ക് കലർത്തണ്ട. കാരണം ഇത് ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ തനിച്ചാങ്ങി നമ്മൾ എവിടെയെങ്കിലും ദൂരസ്ഥലങ്ങളിൽ പോയി വന്നാൽ നമ്മൾ സുരക്ഷിതർ, നമ്മുടെ കുടുംബം സുരക്ഷിതരല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പോലീസിന് വേണ്ട സഹായം ചെയ്യുക. ഹോം മിനിസ്റ്റർ മാക്സിമം അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്യേണ്ടതാണ്. പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ PR വർക്കിനും അനാവശ്യമായ ആഡംബരങ്ങൾക്കും ചിലവാക്കുന്ന കോടികൾ പോലീസ് സേനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ പറ്റും. ഒരു സുരക്ഷിതത്വമാണ് ഒരു ഗവൺമെൻറ് മുദ്രാവാക്യമായി കാണേണ്ടത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ അവിടെ ഇവിടെയും വലിയ മാമാങ്കങ്ങളും മറ്റു കാര്യങ്ങളും നടത്തി സ്വന്തം പാർട്ടിയെ ബലപ്പെടുത്തുന്നവരല്ലേ ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് അതിന് ചിലവാക്കുന്ന രൂപ നിങ്ങൾ പൊതുജനങ്ങളുടെ പൈസ, പൊതുജന ഖജനാവ് ഇതിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ പോലീസിൻ്റെ പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് അവർക്ക് നല്ല എക്യുപ്മെൻറ്റ്സും അവർക്ക് വാഹനങ്ങളും ആവശ്യത്തിനുള്ള മാൻപവറും അവർക്ക് വേണ്ടി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ സുരക്ഷിതത്വവും സമാധാനവും കൈവരിക്കാൻ പറ്റൂ. ഒരിക്കൽ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ എല്ലാ സേനയ്ക്കും എ ബിഗ് സല്യൂട്ട്. അവരുടെ ആ പ്രവർത്തനം ഇത്ര ഫാസ്റ്റായിട്ട് തുടങ്ങാൻ സാധിച്ചതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തതിൽ ഇനിയെങ്കിലും ഗുണ്ട വിളയാട്ടം ഇവിടെ നടക്കാതിരിക്കട്ടെ. പ്രധാനമായും അന്യദേശ തൊഴിലാളികളെ നാം വളരെ ശ്രദ്ധിക്കണം. അവർ കൊടും ക്രിമിനലുകളാണ്. അവരെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വം ആകെ തകരാറാവും. വീണ്ടും ഒരിക്കൽ കൂടി പോലീസിന് ഹോം മിനിസ്റ്ററിനും നമ്മൾ നന്ദി പറയുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു സന്തോഷവർദ്ധമായി. താങ്ക് യു.